കാണേണ്ടി വരും ഒരു നാൾ. മോനെ ഒന്നും പറയാനില്ല, അസയുണ്ട്. ഇനി നമ്മുടെ വെള്ളം അടിച്ചോണ്ടല്ലോ എന്നെ വർഗീസ് വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത ഭാവത്തിൽ വെള്ളം അടിച്ചിട്ട് എന്നെ വർഗീസ് അതന്നെ ഒരു കഷ്ടം വെള്ളം അടിച്ചിട്ട് കൂട്ടിയതുള്ളൂ. ഇത്രയും നാളിൽ ചാക്കൊച്ചിയുടെ മൂടും താങ്ങി നടന്നിട്ട് അവസാനം അവന് കിട്ടിയൊരു വിധിയെ. ചാക്കൊച്ചിയുടെ ഉള്ളിലിരിപ്പ് മുഴുവൻ അവൻ അറിയാം. അണ്ണാക്കിട്ട് കുത്തിയാലും ശരി അവൻ നീര് പറയില്ല. കരിമ്പുരാലെ സന്നിച്ചം പറഞ്ഞ ബാക്കി നീ പറഞ്ഞാ മതിടാ ചെകുത്താന്റെ മോനെ. അതെ സംഗതി നന്നായിണ്ട്. ഇതിന്റെ ഇടക്ക് ഇന്റെ നെഞ്ഞത്ത് കയറണ്ടെന്ന് പറഞ്ഞോ മോളെ? അല്ല അതെ ആയിക്കോട്ടെ. പ്രഷർ അല്ലാ അബ്ബേ എന്റെ ഈ അവിടെ പറഞ്ഞോ എന്താണ് ഡയലോഗായിരുന്നു. നമ്മുടെ ലാലേട്ടന്റെ ശബ്ദം ഞാൻ ഇന്നലെ മാഡത്തിൽ ചെയ്തില്ല, മറ്റേ ഇന്റർവ്യൂലൊക്കെ ഉള്ള മോഹൻലാലിന്റെ നമ്മൾ ഈ സിനിമയിലത്തെ മോഹൻലാലിനൊക്കെ അറിയാം. സിനിമയിലത്തെ ഡയലോഗല്ലേ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇന്റർവ്യൂലെ ഡയലോഗ് അയ്യോ അത് ഭയങ്കര ചോദിച്ചു. ഒരു സിനിമ എന്ന് പറയുന്നത് വളരെ യാദൃശ്ചികമായി സംഭവിക്കുന്നതാണ് അല്ലേ? അതാണല്ലോ സിനിമ. അപ്പൊ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം, നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, നല്ല നല്ല തിരക്കഥകൾ ഉണ്ടാവട്ടെ, നല്ല നല്ല നടന്മാരുണ്ടാവട്ടെ അല്ലേ? അതെ അതെ, അതാണല്ലോ സിനിമ. ഇന്നൊക്കെ സിനിമയിൽ എടുക്കണം, നല്ല നടന്മാരുണ്ടാവട്ടെ. അതിനൊക്കെ നല്ല സിനിമ ഉണ്ടാകാതിരിക്കുന്നതാണ് അല്ലേ? അതാണല്ലോ നല്ലത്. അപ്പോ ഈ അടുത്ത കാലത്ത് ഒരു പാട്ട് പാടി അത് ഹിറ്റായി. അത് ഭയങ്കര ഹിറ്റാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റിംഗ് ടോൺ ആയിട്ട് ഇട്ടിരിക്കുന്നത് ഇപ്പൊ ആ പാട്ടാണ്. ഇതൊക്കെ യാദൃശ്ചികമായി സംഭവിക്കുന്ന. മറ്റുള്ളവർ പഠിച്ചിട്ട് പാടുന്നു, നമ്മളൊക്കെ ഒരു ധൈര്യത്തിന്. പക്ഷെ ലാലേട്ടന്റെ ആ പാട്ട് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടാണ്. അപ്പൊ നമുക്ക് വേണ്ടി ഒരു 2 വരി. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ. വിഴാതെ കണ്ണിലന്നു മിന്നിയ നീർമണി നിരാതെ നീറുന്നോരോർമതൻ നെയ്ത്തിരി എന്നെ വിട്ടിട്ടെന്തേ പോയി മഞ്ചാടിക്കുരുവി നിന്നെ കാത്തി തീരത്തൻ്റെ മോഹം വേരോടി. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ. പാട്ട് പാടും കണ്ടോ? പിന്നെ മിമിക്രി മാത്രല്ല, മിമിക്രി അറിയാം, അഭിനയിക്കും, പാട്ട് പാടും, ഒക്കെ പാടും. പറഞ്ഞിട്ടെന്താ കാര്യം? മണലില് വായ വിരിച്ച് കിടക്കല്ലേ, എന്താ പിന്നെ പറഞ്ഞ കാര്യം? വല്ല കാര്യം ഉണ്ടാ? ഇതൊക്കെ ചെയ്യും. അല്ല അങ്ങനെയല്ലേ. ചേട്ടന്റെ ഫിഗർ കണ്ടുണ്ടോ? ദിലീപിന്റെ. അയ്യോ കുഞ്ഞുകുനൻ. സുധീരേട്ടന്റെ ഫിഗർ, ദിലീപിന്റെ ഫിഗർ, കുഞ്ഞുകുനന്റെ സിനിമയിലെടുത്തത്. കുഞ്ഞുകുനൻ, വിമൽ കുമാർ. അതെ എന്നാ വിളിക്കണോ? സുധീരേട്ടൻ പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. അഴകോലും പെൺമൈനേ കൊതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ. അസലായിട്ട് ഗംഭീരായിട്ട് എന്തൊക്കെ അറിയാം. അത് നമ്മുടെ ദിലീപ് അസലായി ചെയ്തു.